ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂവത്തൂർ നെടുമങ്ങാട്. ആ സ്കൂളിൻ്റെ കൃഷിത്തോട്ടത്തിൽ നമ്മൾ നിൽക്കുകയായിരുന്നു. അവിടുത്തെ കൃഷിവിശേഷങ്ങൾ, 20 സെൻറ്റിലെ പച്ചക്കറി തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ ഞങ്ങളേറെയും നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച സംവദിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് ഇന്ന് കാണാം. കഴിഞ്ഞ 2 വർഷമായിട്ട് കൃഷിവകുപ്പ് വളരെ വിജയകരമായി നടത്തി വരുന്ന ഒരു പദ്ധതിയാണിത്, പച്ചക്കറി വികസന പദ്ധതി. അപ്പോൾ ഇതിലാദ്യമൊക്കെ ശരിക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പദ്ധതി തുടങ്ങിയപ്പോൾ പല സ്കൂളുകളിലും അവർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഒരു സംശയമൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ മിക്ക സ്കൂളുകളിലും ഇതൊരു ശീലമായി. നമ്മൾ പറയുന്നതിന് മുമ്പായി തന്നെ പലരും ഇത് ചെയ്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ സീസൺ, ഒരു വർഷം മുഴുവനും അവർ പച്ചക്കറി പ്രൊഡക്ഷൻ അവർ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കുട്ടികളുടെ ആവശ്യത്തിന്, ഉച്ചത്തെ ഫുഡിന് വേണ്ടിയും അല്ലാതെ എക്സസ് ആയിട്ട് വരുന്ന പച്ചക്കറി അവർ ലേലം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്ര ഒരു പോപ്പുലാരിറ്റി ഇത് വന്നു കഴിഞ്ഞു.
നെടുമങ്ങാട് ബ്ലോക്കിൽ മൊത്തം 18 സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വരുന്നത്. കഴിഞ്ഞ 3 കൊല്ലമായിട്ടാണ് ഈ പദ്ധതി നമുക്ക് കൃഷി വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്നത്. കഴിഞ്ഞ 2 വർഷവും നെടുമങ്ങാട് ബ്ലോക്കിലെ സ്കൂളുകൾക്കാണ് സംസ്ഥാനത്ത് ഏറ്റവും നല്ല സ്കൂൾ ഗാർഡനുള്ള അവാർഡ് കിട്ടിയത്. അപ്പോൾ തന്നെ അറിയാമല്ലോ ഈ ബ്ലോക്കിൽ ഇതിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുട്ടികളും അതുപോലെ തന്നെ PTA-യും സ്കൂൾ അധികൃതരും ഉദ്യോഗസ്ഥരും കൃഷി ഉദ്യോഗസ്ഥരും എത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഉള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പൂവത്തൂർ സ്കൂളിൻ്റെ ഈ നേട്ടം വളരെ മികച്ച ഒരു നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ജില്ലയിൽ തന്നെ ആദ്യത്തെ ഹാർവസ്റ്റ് ഇവിടെയാണ് നടക്കുന്നത്. ആദ്യം സ്കൂൾ ഗാർഡൻ തുടങ്ങിയതും ഇവിടെ തന്നെയായിരുന്നു. സ്കൂളിലെ കുട്ടികളും PTA-യും അധ്യാപകരും ഒപ്പം തന്നെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും വളരെയേറെ ആത്മാർത്ഥതയോടെ ഒരുപാട് പ്രോത്സാഹനം നൽകി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ ഹാർവസ്റ്റിലൂടെ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു സ്കൂൾ ഗാർഡന് 5000 രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ സാങ്കേതികമായിട്ട് നടിയിൽ ആദ്യം തൊട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഫീൽഡ് സ്റ്റാഫ് ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇതിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുകയും മേൽനോട്ടം വഹിക്കുകയും ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ ഉപദേശങ്ങൾ യഥാസമയം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വിപണനത്തിന് നമുക്കിവിടെ തന്നെ നെടുമങ്ങാട് അന്താരാഷ്ട്ര വിപണിയുണ്ട്. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വിപണിയാണ്. മൊത്തം ഒരു 3-4 ബ്ലോക്കിൽ തന്നെ കർഷകർ ഇവിടെ കൊണ്ടുവന്ന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. അത് ഇവിടെ വിപണനത്തിന് വളരെയേറെ സഹായമാകുന്നുണ്ട്. അതുപോലെ തന്നെ A ഗ്രേഡ് ക്ലസ്റ്ററും നമ്മുടെ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്ലസ്റ്ററിൻ്റെ A ഗ്രേഡിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വിപണനം നടത്താവുന്നതാണ്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല എന്ന് പറയുന്ന കുറച്ച് കുട്ടികളാണ് ഇവിടെ +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. എങ്കിലും കൃഷിയെക്കുറിച്ച് അവർക്ക് അത്രത്തോളം അറിയില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ എനിക്ക് മാതൃകാ കർഷകനായിട്ട് 2 പ്രാവശ്യം അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതറിഞ്ഞപ്പോൾ പിള്ളേരും പിന്നെ മറ്റ് സ്റ്റാഫുകളും ടീച്ചേഴ്സൊക്കെ എന്നെ സമീപിച്ചു. നമുക്ക് എന്താണെങ്കിലും അതിവിടെ ഒന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ മുൻകൈകൾ എടുക്കുകയും വേണ്ടുന്ന സഹായങ്ങളും ഉപദേശങ്ങളും അതിനോടൊപ്പം നമ്മുടെ ഒരു പ്രയത്നം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗേൾസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും ബോയ്സിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും വളരെ ഭംഗിയായിട്ടുള്ള ഒരു കഠിനാധ്വാനം തന്നെ അവരിൽ നിന്ന് നമുക്ക് ഉണ്ടായി. ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ അവരുടെ വീടുകളിലും അതുപോലെ നമ്മുടെ ഈ പരിസരത്തും കുറച്ചുകൂടി വിപുലമായ രീതിയിൽ തന്നെ ഈ കൃഷി ചെയ്തെടുക്കണമെന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഈ 16-17 വയസ്സ് പ്രായത്തിലുള്ള കുട്ടികൾ നമ്മുടെ ഒരു അണ്ടറിൽ നിൽക്കുന്നതല്ല. എങ്കിലും ഇവരങ്ങനെയല്ല, വളരെ കീനായിട്ട് നിന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തതെല്ലാം കേട്ട് അതിൻ്റെ രീതിക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇത്രയും വിപുലമായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കർഷകനായിരുന്നു. എൻ്റെ ഫാദർ ഒരു കർഷകനായിരുന്നു. അപ്പോൾ അത് കണ്ട് എൻ്റെ പഠനത്തോടൊപ്പം തന്നെ ഞാൻ ഈ കാർഷിക വൃത്തിയിൽ നിന്നൊരു ആളാണ്. ഇപ്പോഴും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് ഇവർക്ക് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കുന്നതിൽ കുറേ താല്പര്യം കൂടുതലായിട്ട് തോന്നി. പിന്നെ അവർ ചെയ്യുന്നത് കൂടെ കണ്ടപ്പോൾ നല്ല താല്പര്യം തോന്നി. കൂടുതലതിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ല ഒരു പങ്കാളിത്തം വേണം. അധ്യാപകരുടെയും കുട്ടികളുടെയും നല്ലൊരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാതൊന്ന്. പിന്നെ അതിൻ്റെ കളം ഒരുക്കൽ വൃത്തിയാക്കി ചെയ്തു കൊടുക്കണം. അതാണ് നമ്മുടെ ഭാഗത്ത് ആദ്യം ചെയ്തു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ കുട്ടികളതിൽ വിത്തിടുന്ന കാര്യങ്ങളും എല്ലാം ചെയ്തുകൊള്ളും. ശരിക്കും 1-2 പേരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് അതിൽ കേന്ദ്രീകരിക്കപ്പെട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയകരമാക്കാൻ കഴിയൂ. അപ്പോൾ ഞങ്ങൾ കൂട്ടായ്മയാണ് ഈ കൃഷിയുടെ ഒരു തുടക്കം എന്ന് പറയണത്. ഇപ്പം ബോട്ടണി അധ്യാപിക ആയതുകൊണ്ട് തന്നെ എനിക്കാണ് എക്കോ ക്ലബിൻ്റെ ചാർജ് ഉള്ളത്. അപ്പോൾ കൃഷി തുടങ്ങിയാൽ ഞങ്ങളുടെ ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പം സാറ് ഈ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ മാതൃകാ കർഷകൻ കൂടെയാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നപ്പോൾ ചെയ്യാമെന്നോർത്ത് അങ്ങനെ ഈ വർഷത്തിൻ്റെ ഒരു പ്രാധാന്യം കൂടെ കണക്കിലെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കൃഷിയിലേക്ക് തുടങ്ങിയത്. അപ്പോൾ ഓണത്തിന് വിളവെടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു താല്പര്യം. അത് പ്രകാരം തന്നെ ജൂലൈയിൽ വിത്ത് ഇടൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും
പിന്നെ കുട്ടികൾക്കൊരു ആവേശമായി ഇത് ചെയ്യുന്നതിനും വളമിടുന്നതും ഒക്കെ സാറിൻ്റെ നേതൃത്വത്തിൽ പിന്നെ കൃഷിഭവൻ ഒരുപാട് സഹായിച്ചു ഞങ്ങളെ. ഞങ്ങളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതി വളരെ കുറവാണ്. എന്നാലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ ടീച്ചറിൻ്റെ സഹായത്തോടെ ചെയ്തതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കൂടാതെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഓണപരിപാടിക്കും ഓണസദ്യയ്ക്കും മറ്റുമൊക്കെ എടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനം തന്നെ തോന്നുന്നുണ്ട്. പഠനവും കൃഷിയും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ടാണ് കൃഷി ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ബോട്ടണിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കൃഷിയിലൂടെ പഠിക്കാനുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൃഷി വിഭവങ്ങളെന്ന് പറഞ്ഞാൽ പടവലം, തക്കാളി, മുളക്, പിന്നെ വെണ്ടയ്ക്ക, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളാണ് ഞങ്ങളിവിടെ കൃഷിക്ക് വേണ്ടി കൃഷി ചെയ്തത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് അനുബന്ധിച്ച് ഇത്രയും വിളവെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നമ്മുടെ അധപതിച്ചു പോകുന്ന കൃഷി സമൂഹത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം കീടനാശിനിയും മറ്റ് ഫെർട്ടിലൈസർ ഉപയോഗിക്കാത്ത കീടനാശിനികൾ കുത്തി നിറച്ച് വരുന്ന ഫലങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് അസുഖങ്ങളും മാരകമായ അസുഖങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനസമൂഹത്തിന് തന്നെ ഇതൊരു വെല്ലുവിളി തന്നെയാണ്. അതുമാത്രമല്ല, നമുക്ക് നമ്മുടെ ബോഡിക്ക് നല്ല ആഹാരം കഴിക്കാനും നല്ല മധുരമായ ആഹാരം കഴിക്കാനും നമുക്ക് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വിഭവങ്ങൾ തന്നെ നമ്മൾ കഴിക്കാനും നൽകുന്നത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ആദ്യമായി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ദൈവത്തിനോടാണ്. കാരണം അദ്ദേഹം ഞങ്ങളെ കനിഞ്ഞു തന്നെ അനുഗ്രഹിച്ചെന്ന് പറയാം. ഈ വർഷത്തെ എക്കോ ക്ലബ്ബ് ആദ്യമായി ഞങ്ങൾ കൂടിയപ്പോൾ നമ്മുടെ ബോട്ടണി അധ്യാപികയായ ഗീതാ റാണി ടീച്ചറാണ് ഞങ്ങളോട് കൃഷി ചെയ്യാം, ഈ സ്കൂളിൽ കൃഷി വേണം എന്നൊരു അഭിപ്രായം ഞങ്ങളോട് മുന്നോട്ട് വെച്ചത്. ആദ്യമൊക്കെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഈ സ്കൂളിൽ ഞാൻ 5 മുതൽ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. +1 +2 ഈ സ്കൂളിൽ തന്നെ കിട്ടി. ഈ സ്കൂളിൽ പഠിച്ചിട്ടും ഇതുവരെ കൃഷിയുമായി പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പോകുന്ന വർഷം, അതായത് ഈ വർഷം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂൾ ജീവിതം അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂൾ ജീവിതം അവസാനിക്കുന്ന കാലത്ത് ഞങ്ങളെ ഓർക്കാൻ, ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങളെ എല്ലാവർക്കും ഓർത്തു വയ്ക്കാൻ ഒരു കാര്യം ഭയങ്കര അഭിമാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ജസ്റ്റിസ് സാറിനോടാണ്. ജസ്റ്റിസ് സാർ ഒരു കർഷകൻ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു കൃഷി, ഈ ചാണകമൊക്കെ വാരണമെന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ പറയുമ്പോൾ അയ്യോ ചാണകം അമ്മ എനിക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ജൈവവള രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. എല്ലാവരും കൂടെ ഉത്സാഹിച്ചപ്പോൾ ഇവിടെ എല്ലാം ഉപയോഗിച്ച ചാണകം എല്ലാം, അതുപോലെ വളങ്ങൾ എല്ലാം കൃഷിയോട് ഭയങ്കര ഇൻസ്പിറേഷനായി. എനിക്ക് കൃഷിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വീട്ടിൽ സത്യസന്ധമായി തുടങ്ങണമെന്നുണ്ട്. എൻ്റെ വീട്ടിൽ അധികം സ്ഥലമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ നമ്മുടെ മഞ്ജു വാര്യർ ചെയ്തതുപോലെ ടെറസിൽ കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
കാലം തെറ്റിപ്പോയിരുന്ന മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരിക്കലും ഇത്രയും വിളവ് പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഇത്രയും വിളവ് കിട്ടിയതിൽ. അത് ആദ്യം നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ടീച്ചറിനോടും ജസ്റ്റിസ് സാറിനോടും പ്രിൻസിപ്പൾ ശരത് സാറിനോടും. കാരണം അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിനു വേണ്ട വളവും ഉപകരണങ്ങളൊക്കെ സംഘടിപ്പിച്ച് തന്നു. പിന്നെ ഞങ്ങൾ എക്കോ ക്ലബ്ബിലെ പ്രിയപ്പെട്ട മെമ്പേഴ്സ്, കാരണം തുടക്കം മുതൽ അവസാനം വരെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി. ഞങ്ങൾ പെൺകുട്ടികളെക്കാളും ആൺകുട്ടികളും ഒരുപാട് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പന്തലൊക്കെ കെട്ടാനായി അവരാണ് സഹായിച്ചത്. ഈ സ്കൂളിൽ ആദ്യം ഈ സ്കൂൾ ടൈം തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ ഇടവേളകളും ഇപ്പോൾ പുതിയ ടൈം ടേബിൾ പരിഷ്കരിച്ചത് കൊണ്ട് കിട്ടുന്ന PT പീരീഡിലൊക്കെ ഞങ്ങൾ ഒരുപാട് നേരം ഇതിൻ്റെ അടുത്ത് ചിലവഴിക്കാറുണ്ട്. പിന്നെ ഇതിൽ വന്നതിന് ശേഷമാണ് എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് പഠിച്ചത്. വീട്ടിൽ കൃഷിയുണ്ട്, അച്ഛൻ നാട്ടിൽ വരുമ്പോഴൊക്കെ കൃഷി ചെയ്യാറുണ്ട്. അതൊക്കെ പരിപാലിക്കുന്നത് ഞങ്ങളാണെങ്കിലും ഒരു വിത്തിടാൻ കുഴി കുഴിക്കുന്നത് എങ്ങനെയാണെന്ന് വരെ ഞങ്ങളുടെ കൃഷി ഓഫീസർ പറഞ്ഞു തന്നു. അതിനും വളരെ പ്രത്യേകതയാണ്. കാരണം മഴ വെള്ളം വന്ന് വീണ് നിറഞ്ഞു നിൽക്കാതിരിക്കുക എങ്ങനെ കുഴിക്കണം, അത് ഒഴുകിപ്പോകാൻ എങ്ങനെ കുഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടവലയാണ്. കാരണം ഞങ്ങളെക്കാളും നീളമുള്ള പടവല എങ്ങനെ കായ്ച്ചത് ഇവിടെ. ഇന്ന് ഞങ്ങളുടെ ഓണസദ്യയാണ്. കാരണം ഞങ്ങൾ വിയർപ്പൊഴുക്കി ഇത്രയും അധ്വാനിച്ച, അങ്ങനെ കൂട്ടുകാർ ഇത്രയും അധ്വാനിച്ചുണ്ടാക്കിയ, ഞാൻ അധ്വാനിച്ചതിനേക്കാളും എൻ്റെ കൂട്ടുകാർ എൻ്റെ കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ വിളവെടുത്ത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കുത്തി നിറച്ച ആഹാരങ്ങൾ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം വന്നതേ ഉള്ളൂ, എങ്കിലും കഴിഞ്ഞ വർഷം ഉണ്ടതുവരെ ആ പച്ചക്കറിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാൽ ഞങ്ങളുടെ വിയർപ്പും അധ്വാനത്തിൻ്റെയൊക്കെ ഫലമായ പച്ചക്കറിയാണ്. അത് കഴിക്കുമ്പോൾ കഴിഞ്ഞ വർഷം സദ്യനേക്കാളും സ്വാദ് തോന്നും, വിശപ്പും ഉണ്ട് കഴിക്കാനായിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നെടുമങ്ങാട് പൂവത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചത്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനം പച്ചക്കറിയിൽ ഒരു സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ലക്ഷ്യം ഇട്ട് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാണത്തിൽ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് തെളിയിക്കുകയാണ് ഈ കൊച്ചുമിടുക്കന്മാരും മിടുക്കികളും. ഈ മാതൃക നമുക്കും കണ്ടുപഠിക്കാം. ഒപ്പം മറ്റ് സ്കൂളുകളിലും ഇത് ആവർത്തിക്കാം. തുടർന്നുള്ള നമ്മുടെ കാർഷിക പ്രയാണത്തിൽ ഇത് പകരുന്ന ഊർജം വളരെ വലുതാണ്. ഇത്രയും നേരം ഈ ഒരു പരിപാടി കാണാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രേക്ഷകർക്കും കൃഷിദർശൻ്റെ നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂടുതൽ നടീൽ വസ്തുക്കൾ ഉണ്ടാക്കാൻ പുതിയ പ്രജനന രീതി. ചെലവില്ലാ പ്രകൃതി കൃഷിയിൽ പഠന ക്ലാസ്. തേനീച്ച വളർത്തലിൽ ദ്വിദിന പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ഇഞ്ചി, മഞ്ഞൾ, മരിച്ചീനി എന്നിവയുടെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ആവശ്യാനുസരണം കർഷകർക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതിക്ക് കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം തുടക്കം കുറിച്ചു. വിത്തുകാണ്ഡത്തിൽ നിന്നും കൂടുതൽ നടീൽ വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള നവീന പ്രജനന രീതിയാണ് അവലംബിക്കുന്നത്. മഞ്ഞളിൻ്റെയും ഇഞ്ചിയുടെയും കാണ്ഡം ചെറു കഷണങ്ങളാക്കി മുറിച്ച് പ്രത്യേകം മുളപ്പിച്ചാണ് നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്.
സാധാരണ രീതിയിൽ 1 സെന്റ് സ്ഥലത്ത് നടാൻ 8 കിലോയോളം ഇഞ്ചി വിത്തും മഞ്ഞൾ വിത്തും വേണ്ടിവരുമ്പോൾ പുതിയ പ്രജനന മാർഗത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്ത് 1.5 കിലോ കൊണ്ട് 1 സെന്റ് സ്ഥലത്ത് നടാം. മരച്ചീനിയുടെ ഒന്നിലധികം നീളമുള്ള തണ്ടാണ് സാധാരണ നടാൻ ഉപയോഗിക്കുക. കാർഷിക ഗവേഷണ കേന്ദ്രം ഒരടി മരച്ചീനി തണ്ടിൽ നിന്ന് 7 തൈകളെങ്കിലും പുതിയ പ്രജനന മാർഗത്തിലൂടെ ഉണ്ടാക്കുന്നു. വയനാട്ടിലെ സീറോ ബജറ്റ് നാച്ചുറൽ ഫാമേഴ്സ് ഫോറം ചെലവില്ല പ്രകൃതി കൃഷി എന്ന വിഷയത്തിൽ ഒക്ടോബർ 2-ന് പഠന ക്ലാസ് സംഘടിപ്പിക്കുന്നു. വയനാട് നടവയൽ കുടുംബസമിതി ഹാളിലാണ് പഠന ക്ലാസ്. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9388312800. മറ്റൊരു നമ്പർ 9744246128. നമ്പർ ഒരിക്കൽ കൂടി 9388312800. മറ്റൊരു നമ്പർ 9744246128. റാന്നി പഴവങ്ങാടി കൃഷിഭവനിൽ നിന്ന് പച്ചക്കറി വികസന പദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിൽ പോർട്ടബിൾ പമ്പ് സെറ്റ് നൽകുന്നു. പമ്പ് സെറ്റ് ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഹൈബ്രിഡ് തക്കാളി, ജ്വാലാമുഖി മുളക്, ഹരിത വഴുതന എന്നിവയുടെ തൈകൾ തളിപ്പറമ്പ് ജില്ലാ കൃഷി ഫാമിൽ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04602249 നമ്പർ ഒരിക്കൽ കൂടി 04602249 പടന്നക്കാട് കാർഷിക കോളേജും ഹോർട്ടികോർപ്പും ചേർന്ന് ഒക്ടോബർ 16, 17 എന്ന തീയതികളിൽ പടന്നക്കാട് കാർഷിക കോളേജിൽ തേനീച്ച കൃഷിയിൽ പരിശീലനം നൽകുന്നു. തേനീച്ച കൃഷിയിൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9493796677 9493796677. മണ്ണുത്തി കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും ക്യാബേജ്, കോളിഫ്ലവർ വിളകളുടെ തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. 100 തൈകൾ അടങ്ങുന്ന ഒരു ട്രേക്ക് 200 രൂപയാണ് വില. തൈകൾ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 04872370 726 04872370 540. നമ്പറുകൾ ഒരിക്കൽ കൂടി 04872370 726 04872370 540. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്കായി ഒക്ടോബർ മാസം നടത്തുന്ന സൗജന്യ പരിശീലനങ്ങൾ. ഒക്ടോബർ 7 മുതൽ 9 വരെ മുട്ടക്കോഴി വളർത്തൽ, 10-ാം തീയതി കാട വളർത്തൽ, 13 മുതൽ 15-ാം തീയതി വരെ ഇറച്ചിക്കോഴി വളർത്തൽ, 17-ാം തീയതി ടർക്കി വളർത്തൽ, 20, 21 തീയതികളിൽ താറാവ് വളർത്തൽ. താൽപ്പര്യമുള്ളവർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗവുമായി ബന്ധപ്പെട്ട് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 04792457 ഒരിക്കൽ കൂടി 04792457 കുരുമുളകിലെ വേരുചീയൽ രോഗത്തിന് പ്രതിവിധിയായി അക്കൗമിൻ എന്ന കുമിൾനാശിനി 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിലെന്ന തോതിൽ ലയിപ്പിച്ചത് കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 14,800 രൂപ, കോഴിക്കോട് 16,600 രൂപ, തൃശൂർ 14,700 രൂപ, കൊപ്ര കൊച്ചി 10,055 രൂപ,
കോഴിക്കോട് 10,500 രൂപ, തൃശൂർ 9,835 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 64,000 രൂപ, ഗാബിൾഡ് 67,000 രൂപ. ചുക്ക് മീഡിയം 22,000 രൂപ, ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ സേലം 6,700 രൂപ, ഈറോഡ് 7,000 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപയ്ക്കും 21,000 രൂപയ്ക്കും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, RSS 4 ഗ്രേഡ് 12,200 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 11,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 14,800 രൂപ, കൊപ്ര 10,055 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 64,000 രൂപ, കുരുമുളക് ഗാബിൾഡ് 67,000 രൂപ. ചുക്ക് മീഡിയം 22,000 രൂപ, ചുക്ക് ബെസ്റ്റ് 24,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 21,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 260 രൂപ മുതൽ 280 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 460 രൂപ മുതൽ 480 രൂപ വരെ. ജാതി പത്രി 700 രൂപ മുതൽ 800 രൂപ വരെ. ഗ്രാമ്പു 1,000 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,200 രൂപ. ഒട്ടുപാൽ 7,600 രൂപ, ലാറ്റക്സ് 8,300 രൂപ. കമ്പോള അവലോകനം. വൻകിട തോട്ടങ്ങളിൽ ഏലയ്ക്ക വിളവെടുപ്പ് വ്യാപകമായതോടെ ലേലകേന്ദ്രങ്ങളിലേക്ക് കൂടുതൽ ചരക്ക് നീങ്ങാൻ ഉത്സാഹിച്ചു. നവരാത്രി, ദീപാവലി ഡിമാൻഡ് ഉൽപ്പന്നത്തിനു മികവ് പകരുമെന്ന് കർഷകർ കണക്ക് കൂട്ടിയെങ്കിലും വിപണി തകർച്ചയിലാണ്. അവധി വ്യാപാരത്തിൽ ഏലയ്ക്ക കിലോ 800 രൂപയിലെ താങ്ങ് നിലനിർത്താൻ ക്ലേശിക്കുന്നു. അതേസമയം കൊച്ചി ലേലത്തിൽ മികച്ച ഇനങ്ങൾ 1,006 രൂപയിലും ശരാശരി ഇനങ്ങൾ 741 രൂപയിലുമാണ്. ഗ്രാമീണ മേഖലകളിൽ നാളികേര വിളവെടുപ്പ് വ്യാപകമായ നിരക്ക് കുറയുമെന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം ഉൽപ്പാദകർ. ഇതിനിടയിൽ മുംബൈയിലെ വൻകിട കമ്പനികൾ സംഭരണം കുറച്ചതുമൂലം കോഴിക്കോട് കൊപ്രയ്ക്കും എണ്ണയ്ക്കും വിലയിടിഞ്ഞു. കൊച്ചി, തൃശൂർ വിപണികളിൽ തളർച്ചയിലാണ്. രാജ്യാന്തര റബ്ബർ മാർക്കറ്റിലെ മാന്ദ്യം കണ്ട് ഇന്ത്യൻ വ്യവസായികൾ ഷീറ്റിൽ കാര്യമായ താൽപ്പര്യം കാണിച്ചില്ല. കൊച്ചി മാർക്കറ്റ് സ്റ്റഡിയായി നീങ്ങിയെങ്കിലും കോട്ടയത്ത് മികച്ച ഇനം ഷീറ്റിന് 100 രൂപ കുറഞ്ഞു. കുരുമുളക് വിപണി നേരിയ നേട്ടത്തോടെയാണ് ഇന്നിടപാടുകൾ തുടങ്ങിയത്. അതേസമയം വൻ വിലയ്ക്ക് ഉൽപ്പന്നം ശേഖരിക്കാൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ മടിച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3. കോഴിക്കോട് 33.3, 25.1. കൊച്ചി 31.2, 24.4. ആലപ്പുഴ 31.8, 24. പുനലൂർ 31.6, 22.4. തിരുവനന്തപുരം 29.2, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.